ഹായ്, നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യത്തെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ നിങ്ങളുടെ മാരേജ് ലൈഫ് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്തൊരു സ്റ്റേജ് കൂടെയാണോ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു ഫൈനൽ ഡിസിഷൻ അത് നിങ്ങൾ എപ്പോഴാണ് ചൂസ് ചെയ്യേണ്ടത്, അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണേ. സോ ദ ഫസ്റ്റ് പോയിന്റ്, നിങ്ങളുടെ മാരേജ് ലൈഫിൽ അബ്യൂസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടോ? അതായത് സ്ഥിരമായ മാനസിക പീഡനം, ശാരീരിക പീഡനം, ഭീഷണി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അബ്യൂസ് എന്ന് പറയുന്ന ഫാക്ടറിനകത്ത് വരും. സോ ഡിവോഴ്സ് കൺസിഡർ ചെയ്യേണ്ട രണ്ടാമത്തെ ഫാക്ടറാണ് ലാക്ക് ഓഫ് റെസ്പെക്ട് അല്ലെങ്കിൽ ബഹുമാനക്കുറവ്. പാർട്ണർ നിങ്ങളെ സ്ഥിരമായിട്ട് അപമാനിച്ച് സംസാരിക്കുക, അധിക്ഷേപിച്ച് സംസാരിക്കുക, മറ്റുള്ളവരെ മുമ്പ് വെച്ച് തരം താഴ്ച സംസാരിക്കുക, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ മാരേജ് ലൈഫിലുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കുക. അടുത്ത മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബിട്രയൽ അഥവാ വിശ്വാസവഞ്ചന എന്ന് പറയും. അതായത് നിങ്ങളുടെ പാർട്ണറിന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ചാൻസസ് കൊടുത്തിട്ടും അദ്ദേഹം ഒരേ തെറ്റ് തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതും ഒരു ഗിൽറ്റി ഫീലിംഗും ഇല്ലാതെ. അതായത് നിങ്ങൾക്ക് ഈ മാരേജ് ലൈഫിൽ ഉള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ട ഒരു അവസ്ഥ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും ഒരു ഡിവോഴ്സ് കൺസിഡർ ചെയ്യണം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അൺസക്സസ്ഫുൾ സൊല്യൂഷൻസ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ പരിഹാര ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുന്ന ഒരു അവസ്ഥ. അതായത് നിങ്ങൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കൗൺസിലിങ്ങിന് പോയി, അത് പരാജയപ്പെടുന്നു. നിങ്ങൾ ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ പാർട്ട്ണറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, അത് പരാജയപ്പെടുന്നു. ഇനി അതുമല്ല, നിങ്ങളുടെ ഫാമിലി സപ്പോർട്ട് ഉണ്ടായി ഇതെല്ലാം പറഞ്ഞു തീർക്കാനായിട്ട്, അതും പരാജയപ്പെടുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ഒരു ഡിവോഴ്സിനെ പറ്റിയിട്ട് ആലോചിക്കാവുന്നതാണ്. മെയിനായിട്ടുള്ള പോയിന്റാണ് നോ പീസ് അഥവാ മനസമാധാനം ഇല്ലാത്ത അവസ്ഥ. അതായത് നിങ്ങളുടെ ഈ ഒരു മാരേജ് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു മനസമാധാനം ഇല്ലാത്തൊരവസ്ഥ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ഡിവോഴ്സ് കൺസിഡർ ചെയ്യണം. വിവാഹം എന്ന് പറയുന്നത് എപ്പോഴും മനോഹരമായിരിക്കണം. അത് നമുക്ക് സന്തോഷവും സമാധാനവും ഒപ്പം സുരക്ഷിതത്വം നൽകുന്നതായിരിക്കണം. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ആ വിവാഹ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് വിട്ടുകളഞ്ഞത് തന്നെയാണ് നല്ലത്. സോ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.